ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പുണ്യദിനമാണല്ലോ ക്രിസ്തുമസ്. ദൈവം മനുഷ്യനായി അവതരിച്ച ആ സുന്ദര നിമിഷത്തിൽ അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു മനുഷ്യനായി തീരുവാനാണ്, അതിലൂടെ ദൈവമക്കളായി തീരുവാനാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടുന്ന് പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളായി തീരുന്നതിനുള്ള ആദ്യപടി ഒരു നല്ല മനുഷ്യനാവുക. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതും എപ്രകാരമാണ് ഒരു മനുഷ്യനായിരിക്കേണ്ടത് എന്ന് അവിടുന്ന് കാണിച്ചു തന്നതും. അതുകൊണ്ടാണ് പീലാത്തോസ് ഈശോയുടെ അന്ത്യനാളിൽ പറയുന്നത്, ഇതാ മനുഷ്യൻ. ഒരു നല്ല മനുഷ്യനായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതിനാണ് പിതാവ് തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചത്. ആ നല്ല ദിനത്തിന്റെ ഓർമ്മയാണല്ലോ നമ്മൾ ക്രിസ്തുമസ് ആയി കൊണ്ടാടുന്നത്. നിത്യതയിലേക്കുള്ള തീർത്ഥാടകരായ നമ്മൾ ഈ ക്രിസ്തുമസ് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോട് ഒരു പടി കൂടെ അടുത്തു നിൽക്കുവാനും ഒരു നല്ല മനുഷ്യനായി തീരുക, അതിലൂടെ ദൈവമക്കളായി തീരുക എന്നാണ്. എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ജയ് ക്രൈസ്റ്റ്. താരകങ്ങൾ മിന്നിടുന്നീ മാലോകർ പാടി